ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അമേരിക്കയിൽ ഡൗ ജോൺസ്, S&P 500, റസൽ 2000 ഇൻഡെക്സുകളാണ് ഇന്നലെ ബെറ്ററായിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം നാസ്ഡാക്ക് ഇൻഡെക്സ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം ആപ്പിൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആൽഫബറ്റും റെക്കോർഡ് ഹൈനടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ എലി ലില്ലി പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.07 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അതേസമയം യൂറോപ്പ് ബെറ്ററായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ജാപ്പനീസ് മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം സ്ലൈറ്റ്ലി ബെറ്ററായിട്ടാണ് ഹോങ്കോങ്, സൗത്ത് കൊറിയ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ നല്ല പോസിറ്റീവ് മൊമെൻ്റ് ആയിരുന്നു. നിഫ്റ്റിയും സെൻസസും ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. ബീഹാർ അസംബ്ലി ഇലക്ഷൻ റിസൾട്ടിൻ്റെ എക്സിറ്റ് പോളുകൾ വന്നിരുന്നു. എല്ലാ എക്സിറ്റ് പോളുകളും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDA തന്നെ ബീഹാറിൽ ഭരണം തുടരും എന്ന തരത്തിലുള്ള എക്സിറ്റ് പോളുകളാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ബീഹാർ അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. കാരണം കേന്ദ്രത്തിലെ സിംഗിൾ പാർട്ടി മെജോറിറ്റി ഇല്ലാത്ത ഒരു മുന്നണിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാർ ഇലക്ഷൻ തോൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ കാണിച്ചേനെ. പക്ഷേ ഇപ്പോഴത്തെ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത് ഒരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ്. അതേസമയം ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് റിയൽ കൗണ്ടിങ് വരാൻ പോകുന്നത് 14-ാം തീയതിയാണ്. 14-ാം തീയതി വരെ ഇന്ത്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ടെറിട്ടറിയിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. 14-ാം തീയതി ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് വരുന്നതെങ്കിൽ NDA വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈനടുത്തേക്ക് ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഇനി കമോഡിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും സ്ലൈറ്റ് വൊളാറ്റിലിറ്റി വീണ്ടും കാണിക്കുന്നുണ്ട്. ഇന്നലത്തെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കാണ്. $4,120 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം സിൽവർ $51.15 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവറും ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ബെറ്ററായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഇന്നലെ ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 88.57 രൂപ പെർ ഡോളറിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവെ അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് ഇൻഡിക്കേഷൻ അതുപോലെ തന്നെ Q2 റിസൾട്ടുകളിൽ തന്നെയാണ് മേജർ ഇവൻറ്റ്സ് ആയിട്ടുള്ളത്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. അഡാനി എൻ്റർപ്രൈസസ് റൈറ്റ്സ് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 3:25 ആണ്. അതായത് 25 ഷെയറിന് 3 ഷെയറാണ് റൈറ്റ്സ് ഇഷ്യൂ കിട്ടാൻ പോകുന്നത്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് $1,800 പെർ ഷെയറാണ്. ഗ്രോ ഇന്ന് ലിസ്റ്റ് ചെയ്യാണ്. സ്റ്റോക്ക് മാർക്കറ്റ് രംഗത്തെ ടെക്നോളജിക്കലി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു ബ്രോക്കിംഗ് ഫേമാണ്. 100 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. നല്ല പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പാരാസ് ഡിഫൻസ് 35.68 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾ ഡിമർജർ കമ്പനി ഇന്ന് ലിസ്റ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ JSW സ്റ്റീൽ, ഭൂഷൺ പവർ ആൻഡ് സ്റ്റീലിൽ 50% എക്സിറ്റ് അടിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവ് ന്യൂസാണ്. 16,000 കോടി രൂപയാണ് ഇതിൽ നിന്ന് JSW സ്റ്റീലിന് ലഭിക്കാൻ പോകുന്നത്. എക്സ്പാൻഷന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും JSW സ്റ്റീലിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഭാരത് ഫോർജ് 250 കോടി രൂപയുടെ ഡിഫൻസ് ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. വാരി റിന്യൂവബിൾസ് 360 മെഗാവാട്ട് സോളാർ മോഡ്യൂൾസ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഒപ്പം മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ AUM ടോട്ടൽ വന്നിരിക്കുന്നത് 79.87 ലക്ഷം കോടി രൂപയാണ്. അതേസമയം SIP വീണ്ടും റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. 25,529 കോടി രൂപയാണ്. SIP ഇൻഫ്ലോ ഒക്ടോബർ മാസത്തിൽ വന്നിരിക്കുന്ന മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇന്നലെ പുറത്തു വന്നിട്ടുള്ള Q2 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ PTC ഇന്ത്യ, ബയോകോൺ, ഭാരത് ഫോർജ്, ടോറൻ പവർ, BSE
IOL കെമിക്കൽസ്, സാഗിൽ പ്രീപെയ്ഡ്, ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ്, യൂണി കോമേഴ്സ്, സൊല്യൂഷൻസ്, ഹിന്ദുവെയർ ഹോം, ബെൽ റൈസ് ഇൻഡസ്ട്രീസ്, ഈ കമ്പനികളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് Q2 റിസൾട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ വീണ്ടും സെല്ലേഴ്സ് തന്നെയാണ്. 803.22 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ ഇന്നലെ 2188.47 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. പൈൻ ലാബ്സ് IPO ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നു. 2.46 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഓവർ സബ്സ്ക്രിപ്ഷൻ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ പൈൻ ലാബ്സ് ഡിസ്കൗണ്ട് റേറ്റിൽ ലിസ്റ്റ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ഇന്ന് ഓപ്പൺ ചെയ്യുന്ന നല്ലൊരു IPO ഉണ്ട്. ടെനേക്കോ ഇന്ത്യ ലിമിറ്റഡ്. ടെനേക്കോ ക്ലീൻ എയർ ഇന്ത്യ ലിമിറ്റഡ് ആണ്. അമേരിക്കൻ കമ്പനിയുടെ സബ്സിഡിയറിയാണ്. 397 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. മെയിൻ ബോർഡ് IPO ആണ്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ് ടെനേക്കോ ക്ലീൻ എയർ ഇന്ത്യ ലിമിറ്റഡ്. അതേസമയം BSEയിൽ ഓപ്പൺ ആയിട്ടുള്ള വർക്ക് മേറ്റ്സ് കോർ 2 ക്ലൗഡ് സൊല്യൂഷൻസ് ലിമിറ്റഡ് നാളെയും കൂടി ഓപ്പൺ ആണ്. 1200 ആണ് മിനിമം അപ്ലിക്കേഷൻ വരുന്നത്. 2 ലോട്ടാണ്. 600 വെച്ചുള്ള 2 ലോട്ടാണ്. 204 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. അപ്പോൾ SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന റിസ്ക് എടുക്കുന്നത് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPO തന്നെയാണ് ഓൺഗോയിങ് വർക്ക് മേറ്റ്സ് കോർ 2 ക്ലൗഡ് സൊല്യൂഷൻസ് ലിമിറ്റഡ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും പൊതുവെ ഒരു പോസിറ്റീവ് മൊമെൻ്റാണ് നമ്മളിന്ന് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം Q2 റിസൾട്ടുകൾ, ഇനി വരാനുള്ള റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഒപ്പം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയുടെ മേലുള്ള താരിഫ് നീക്കാനുള്ള ഡിസിഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ്, ഒപ്പം 14-ാം തീയതി വരുന്ന ബീഹാർ അസംബ്ലി ഇലക്ഷൻ്റെ റിയൽ റിസൾട്ട്, ഈ ഇവൻറ്റുകളാണ് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് മുന്നിലുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.